ഈ വർഷം ഭൂകമ്പം ഉണ്ടാകുമോ? ആർക്കും കൃത്യമായി ഉത്തരം നൽകാനാവില്ല. ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകുമോ? അതും അത്ര കൃത്യമായി പ്രവചിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ദുരന്തങ്ങൾ തടയാനോ മുൻകരുതലെടുക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഈ വർഷം കടലേറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും കൃത്യമായ ഉത്തരമുള്ള ചോദ്യം. വർഷകാലത്ത് ഉറപ്പായും കടലേറ്റം ഉണ്ടാകും. എറണാകുളം ജില്ലയിലെ ചെല്ലാനം തീരമേഖലയിലെ ജനത അവരുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ഉത്തരം കൂടിയാണിത്. അടുത്ത ചോദ്യം അധികാരികളോടാണ്. ഉറപ്പായും ഒരു ദുരന്തം സംഭവിക്കുമെന്ന് ബോധ്യമായിട്ടും അത് പരിഹരിക്കാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ നിസ്സംഗതയെങ്കിൽ ഈ നാട് ക്ഷമിക്കുമായിരുന്നു. എന്നാൽ ചെയ്യേണ്ടത് ചെയ്താൽ അലറി വിളിച്ചു വരുന്ന തിരകളെ പിടിച്ചുകെട്ടി ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാമെന്ന് നിങ്ങൾ തെളിയിച്ചിട്ടില്ലേ? ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി പുത്തൻതോട് വരെ 7.35 കിലോമീറ്റർ തീരത്ത് ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി 2 വർഷം മുൻപ് നിങ്ങൾ തന്നെ സ്ഥാപിച്ച ഭാഗങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ സമാധാനത്തോടെ അന്തിയുറങ്ങുന്നത് കാണുന്നില്ലേ? കഴിഞ്ഞ 2 വർഷം അവിടേക്ക് കടലിന് ഇരച്ചു കയറാനായിട്ടില്ല. ആരുടെയും വീടും സ്വത്തും കവർന്നെടുക്കാൻ തിരകൾ നാവ് നീട്ടിയിട്ടില്ല. അന്ന് ആഘോഷത്തോടെ അതിന്റെ ഉദ്ഘാടനം നടത്തിയപ്പോൾ നിങ്ങൾ നൽകിയൊരു വാഗ്ദാനമുണ്ട്. പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെ അവശേഷിക്കുന്ന 12 കിലോമീറ്റർ തീരത്തും ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മിച്ച് തീരജനതയെ സംരക്ഷിക്കുമെന്ന്. പക്ഷേ 2 വർഷങ്ങൾക്കിപ്പുറവും അധികാരികൾ വിശ്രമിക്കുന്നു. തിര അതിന്റെ പണി തുടരുന്നു. ഈ കാലവർഷം തുടങ്ങിയതേ 4 വീടുകൾ കടൽ കവർന്നു കഴിഞ്ഞു. 20ഓളം വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് താമസിക്കാൻ കഴിയാത്ത സ്ഥിതി. കടൽ കയറി വരുന്നത് കണ്ട് കയ്യിൽ കിട്ടിയതെല്ലാം വാരിപ്പിടിച്ചോടിയ ജനങ്ങൾ ചെറിയ കടവ് പള്ളി പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഹൃദയം തകർന്നിരിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് മീതെയാണ് തിരകൾ ആർത്തലച്ചുകൊണ്ടിരിക്കുന്നത്. സംഹാര രൂപം പൂണ്ടെത്തുന്ന തിരകളുടെ ശക്തി കുറയ്ക്കാൻ കടലിൽ നിർമ്മിച്ച പുലിമുട്ടുകൾ പലതും തകർന്നു കിടക്കുന്നു. എന്തുകൊണ്ടാണിത് നന്നാക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം റെഡിയാണ്. പുലിമുട്ട് നിർമ്മിക്കാനുള്ള വലിയ കരിങ്കല്ല് കിട്ടാനില്ലത്രേ. കരിങ്കല്ലിന് ഇത്രയും ക്ഷാമമുള്ള നാട്ടിൽ പിന്നെ എങ്ങനെയാണ് ആയിരക്കണക്കിന് ലോഡ് കരിങ്കല്ലിറക്കി വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കിയതെന്ന് ചോദിക്കരുത്. ഇവിടെ സാധാരണക്കാരുടെ കാര്യം വരുമ്പോഴാണല്ലോ ചട്ടവും ക്ഷാമവും നിയമവും ഒക്കെ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത്. അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ജനരോഷം തിരമാല പോലെ വീഴ്ചയടിച്ചപ്പോൾ കണ്ണമാല മുതൽ മാനാശ്ശേരി വരെ 7ഇടത്ത് മണൽ നിറച്ച ജിയോ ബാഗുകൾ സ്ഥാപിച്ച് സുരക്ഷയൊരുക്കുമെന്നാണ് പ്രഖ്യാപനം. ഇത്തരം തൊലിപ്പുറത്തെ ചികിത്സകളോടാണ് പലപ്പോഴും അധികാരികൾക്ക് താല്പര്യം. കടലാക്രമണം തടയാൻ സ്ഥാപിച്ച പരമ്പരാഗത കടൽ ഭിത്തികളെ പോലും വകവയ്ക്കാത്ത തിരകളെ എത്ര നാൾ നിങ്ങൾ ജിയോ ബാഗ് മാത്രം കാണിച്ച് പേടിപ്പിക്കും? ടെട്രാപോഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കടൽ ഭിത്തിക്ക് മാത്രമേ തീരത്തെ സംരക്ഷിക്കാനാകൂ എന്ന് പകൽ പോലെ വ്യക്തമായ സ്ഥിതിക്ക് അത് നിർമ്മിച്ച ജനങ്ങളെ സുരക്ഷിതരാക്കാൻ എന്തിനാണ് അമാന്തം? 4 കാലുകളുമായി നിർമ്മിക്കുന്ന 2 ടണ്ണോളം ഭാരം വരുന്ന കോൺക്രീറ്റ് നിർമ്മിതിയാണ് ഒരു ടെട്രാപോഡ്. ചെല്ലാനത്തെ ഇനി കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള 12.5 കിലോമീറ്ററിൽ കുറേയേറെ ഭാഗം നേവിയുടെ സ്ഥലങ്ങളാണ്. അവിടെ അവർ കൽക്കെട്ടും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. 6-7 കിലോമീറ്റർ ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മിച്ചാൽ എല്ലാ വർഷവും വേട്ടയാടുന്ന ദുരന്തത്തിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരെ സർക്കാരിന് നിഷ്പ്രയാസം രക്ഷിക്കാം. അടുത്ത വർഷവും ഈ ദുരന്തം വരുമെന്ന് ഉറപ്പാണ്. അതിനു മുൻപെങ്കിലും